ഫങ്ഷൻസ് എന്ന് പറയുന്ന ആ യൂണിറ്റിൻ്റെ മറ്റൊരു ക്ലാസ് റൂമിലേക്ക് എവിടെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റിലേഷൻസിനെ കുറിച്ച്, ഇക്വലൻസ് റിലേഷനെ കുറിച്ച് പറയുകയും ഒരു 2 പ്രോബ്ലം ചെയ്യുകയും ചെയ്തു. ഇനി അതിൻ്റെ ബാലൻസ് പ്രോബ്ലംസുകളൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻ ഒരു റീകോൾ ചെയ്തതിനു മുമ്പ് ഇക്വലൻസ് റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ഓൺ എയിലുള്ള റിലേഷൻ ഇക്വലൻസ് ആവണമെങ്കിൽ, ഇക്വലൻസ് റിലേഷൻ ആവണമെങ്കിൽ മീൻസ് R എന്നുള്ള റിലേഷനാണ്. ഈ R എയിലുള്ള ആ സെറ്റിനെ ബേസ് ചെയ്ത് ഒരു റിലേഷൻ എഴുതും. ആ റിലേഷൻ ഓൺ എ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റിലേഷൻ ഇക്വലൻസ് ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് പെയർ A, ബിലോങ്സ് ടു ക്യാപിറ്റൽ R. ഇതിലുള്ള ഒരു മെമ്പർ ആയിരിക്കണം ഇത് എന്ന് പറഞ്ഞാൽ എയിലുള്ള ഓരോ എലമെന്റും ആ എലമെന്റുമായി റിഫ്ലക്ട് ചെയ്യണം. ഇനി ഇതാണ് റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക് എന്ന് പറയുമ്പോൾ ഓർഡേർഡ് പെയർ AB, ഈ റിലേഷനിൽ ഒരു മെമ്പർ ആണ് AB എങ്കിൽ, ഓർഡേർഡ് പെയർ AB ഇതിൽ മെമ്പർ ആണെങ്കിൽ, ഓർഡേർഡ് പെയർ A, B എലമെന്റ് ഇൻ R ഇതാണെങ്കിൽ തിരിച്ച് ഓർഡേർഡ് പെയർ B, A എലമെന്റ് ഇൻ R. ഇതുണ്ടെങ്കിൽ ഇത് ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ മതി ഇത്, എങ്കിൽ അത് സിമെട്രിക് ആണ്. ഇനി ഓർഡേർഡ് പെയർ A, B belongs to capital and ordered pair B, C belongs to R. ഇത് ഇതിലെ മെമ്പർ ആണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇനി സെക്കൻഡ് മറ്റൊരു എലമെന്റ് മീൻസ് തേർഡ് എലമെന്റ് ബൈ ഇതും ഇതിലെ മെമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം which implies ordered pair A, C belongs to capital R. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഇത് മതി. അപ്പോൾ സിമെട്രിക് എന്ന് പറയുമ്പോൾ ഇതുണ്ടെങ്കിൽ ഇതും ഉണ്ടാവണം, എങ്കിൽ സിമെട്രിക് ആവും. ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആ റിലേഷൻ ഉണ്ടെങ്കിൽ ഇതും ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് ട്രാൻസിറ്റീവ് ആവുള്ളൂ. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് വീണ്ടും ഒന്നുകൂടി റീകോൾ ചെയ്യാം. ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു. എ എന്നൊരു സെറ്റ് എടുത്തപ്പോൾ 1, 2, 3 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു റിലേഷൻ എഴുതുന്നു. ആ റിലേഷൻ 1, 2, 2, 3, 3 റിലേഷൻ. ഇത് റിഫ്ലെക്സീവ് ആണെന്ന് വെച്ചാൽ ഏത് എലമെന്റ്സും ഓരോ എലമെന്റും 1, 2, 3 ആണ്. അപ്പോൾ ഓരോ എലമെന്റും ആ എലമെന്റുമായിട്ട് റിഫ്ലക്ട് ചെയ്യണം. അത് കമ്പൽസറി ആണ്, അത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ 1 ന് 1 റിഫ്ലക്ട് ചെയ്യണം. 1 ഉണ്ട്, ആ റിലേഷൻ ഉണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഇനി ഇതിന്റെ കൂടെ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 1, 2 കൂടെ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ 1, 2 കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് 3 ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ആ 3 എലമെന്റ്സും ആ ഓരോ എലമെന്റുകളുമായിട്ട് അതിന് എന്തുണ്ട് റിഫ്ലക്ഷൻ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും റിഫ്ലെക്സീവ് ആണ്. തീർച്ചയായിട്ടും റിഫ്ലെക്സീവ് ആണ്. ഇതൊരു വിഷയമല്ല. ഇത് ഒന്നുപോലെ ഇല്ല, പോലെ വിഷയമല്ല. അതേസമയം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കട്ടാണെങ്കിൽ, ഇതില്ല എന്നിരിക്കട്ടെ, ഇതില്ല, ഇത് 3 മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരിക്കലും റിഫ്ലെക്സീവ് അല്ല. അത് റിഫ്ലെക്സീവ് അല്ല, നോട്ട് എ റിഫ്ലെക്സീവ് റിലേഷൻ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇനി ഈ റിലേഷനിൽ തന്നെ ഇപ്പോൾ 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 1, 2 ഉണ്ടെന്നിരിക്കട്ടെ. ഇതില്ലാതെ ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക്കും ആണ്. അതേസമയം ഇതുണ്ടെങ്കിൽ, ഇത് ഉണ്ടെന്നിരിക്കട്ടെ, ഇതുണ്ടെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷെ സിമെട്രിക് ആവണമെങ്കിൽ 1, 2 ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ 1, 2 ഉണ്ട്, അങ്ങനെ നിർബന്ധ ബുദ്ധിയുണ്ട്, തീർച്ചയായിട്ടും 2, 1 വേണം. അപ്പോൾ 2, 1 ഇല്ല, അതുകൊണ്ട് ഇത് സിമെട്രിക് അല്ല. അതേസമയം ഇതില്ല, ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ എന്തുകൂടെ വേണം? ഇനി 2, 1 വേണം. ഇതുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് സിമെട്രിക് ആണ്, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം വേണ്ട, 1 ന് 2മായി ബന്ധമുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എലമെന്റ് വീണ്ടും മറ്റൊരു എലമെന്റുമായി ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും 1, 1 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നിരിക്കട്ടെ, 2, 3, 3, 4, 3, 1 ആണെന്നിരിക്കട്ടെ. ഇങ്ങനെ 2, 3, 3, 1 2 ന് 3 ബന്ധം, 3 ന് 1 ബന്ധം. അപ്പോൾ 2 ന് 3 ബന്ധമുണ്ട്, രണ്ടാമത്തെ എലമെന്റ് 1 ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രാൻസിറ്റീവ് ആണെങ്കിൽ ഈ 2 ന് 1 ബന്ധം. അപ്പോൾ 2 ന് 1 ബന്ധമുള്ള അല്ലെങ്കിൽ 2 ന് 1 ആ ഒരു ഓർഡേർഡ് പെയർ ഇല്ല, അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. 2 പ്രോബ്ലം നമ്മൾ ചെയ്തു, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തു. ഇനി ബാക്കി പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. പ്രോബ്ലം കുറിച്ചോളൂ. ഫസ്റ്റ് പ്രോബ്ലം ഒന്ന് കുറിച്ചോളൂ. ഫസ്റ്റ് പ്രോബ്ലം കുറിച്ചോളൂ.
പറയാൻ പോലെ relation capital in the set capital A, relation capital in the set capital A, capital A is equal to set 1 2 3 etc 13 14 defined as capital R is equal to set ordered pair x comma y such that 3x minus y is equal to 10 in the problem. 3x minus y is equal to 10 is 0. Sorry, 0. Check whether reflexive, symmetric, antitransitive. Okay. അപ്പോൾ ഇത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുക. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സുകൾ 1 മുതൽ 14 വരെ. 1 മുതൽ 14 വരെയുള്ള എലമെന്റ്സുകളാണ് എയിലുള്ളത്. ശരി. 1 മുതൽ 14 വരെയുള്ള എലമെന്റ്സുകൾ എയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ബേസ് ചെയ്ത് റിലേഷൻ കൃത്യമായി പറയുന്നുണ്ട്. x y ഈ ഇതിലെ മെമ്പർ ആണെങ്കിൽ r ലെ മെമ്പർ ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ 3x y 0 ആയിരിക്കും. 3x y 0. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റ് ബിൽഡർ ഫോമിന്റെ ഇതിന്റെ റോസ്റ്റർ ഫോം നമുക്ക് എഴുതാം. r കേവലം ഡൈവിഷനല്ല. നമുക്ക് ആ റിലേഷൻ നോക്കിയാണ്. r ഇതാണ് സാധനം. ശരിയല്ലേ? അത് നോക്കാം നമുക്ക്. 3x y 0 എന്നാണ്. അപ്പോൾ 3x y. അപ്പോൾ x ന് നമ്മൾ ഇതാണ് x ന്റെ എലമെന്റ്സ് നമ്മൾ കൊടുക്കാൻ പോകും. അപ്പോൾ x ന് നമ്മൾ 1 കൊടുത്തു. x ന് നമ്മൾ 1 കൊടുത്തപ്പോൾ നമുക്ക് y എന്നുള്ള 3 കിട്ടി. ശരി. ഇനി x ന് നമ്മൾ 2 കൊടുത്തു. x ന് നമ്മൾ 2 കൊടുത്തപ്പോൾ നമുക്ക് y എന്നുള്ള 6 കിട്ടി. x ന് 3 കൊടുത്തു. 3 കൊടുത്തപ്പോൾ y എന്നുള്ളത് 9 കിട്ടി. x ന് 4 കൊടുത്തു. അപ്പോൾ y എന്നുള്ളത് നമുക്ക് 12 കിട്ടി. ശരിയല്ലേ? 12. ഇനി x ന് 5 കൊടുക്കുമ്പോൾ അപ്പോൾ a ന്ന് a യിലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ എലമെന്റ്സുകളെല്ലാം ഈ സെറ്റിൽ ഉണ്ടാകും വേണം. കാര്യം 3 6 9 12 എല്ലാം സെറ്റിലുണ്ട്. ഇനി അടുത്ത x ന് നമ്മൾ 5 കൊടുക്കുമ്പോൾ y ന് 15 സെറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. ഇനി വ്യക്തമായി മനസ്സിലാക്കേണ്ടത് a യിൽ 1 മുതൽ 14 വരെയുള്ള നമ്പറുകളാണുള്ളത്. അപ്പോൾ a യിലുള്ള എലമെന്റുകൾ 1 2 3 4 അങ്ങനെ പോവാണ്. അങ്ങനെ റിലേഷനിൽ ഇത് റിഫ്ലെക്സീവ് ആവണമെങ്കിൽ a യിലുള്ള 1 നെ 1 മായി റിഫ്ലക്ട് ചെയ്യണം, 2 മായി റിഫ്ലക്ട് ചെയ്യണം, 3 നെ 3 മായി റിഫ്ലക്ട് ചെയ്യണം, 4 നെ 4 മായി റിഫ്ലക്ട് ചെയ്യണം, 5 നെ 5 മായി റിഫ്ലക്ട് ചെയ്യണം. ആ സാധനങ്ങളെല്ലാം റിലേഷൻ ഉണ്ടാവണം. പക്ഷേ ഈ റിലേഷനിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കില്ലേ, ഇവിടെ 1 1 എന്ന് പറയുന്ന സാധനം ഉണ്ടോ? 2 2 ഉണ്ടോ? 3 3 1 1 ഇല്ല. പിന്നെ നമ്മൾ ബാക്കി നോക്കിയാൽ വേണ്ട. നമുക്ക് പറയാം ordered pair 1 1 does not belong to capital. So which implies R is not reflexive. മനസ്സിലായല്ലോ? R എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. R റിഫ്ലെക്സീവ് അല്ല എന്ന് പറയാൻ കാര്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് R റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്? ഇത് ഈ റിലേഷൻ ഓൺ A ആണ്. A യിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ A യിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ A യിലെ എലമെന്റ്സ് 1 മുതൽ 14 വരെയാണ്. അങ്ങനെ റിലേഷനിൽ 1 1 വേണം, 2 2 വേണം, 3 3 വേണം, എല്ലാം കമ്പൽസറി ആയിരിക്കണം. പക്ഷെ ആദ്യം നോക്കുമ്പോൾ 1 1 തന്നെ ഇല്ല. പിന്നെ 2 2 3 3 നോക്കേണ്ട ആവശ്യമില്ല. അത് ആൾറെഡി അതില്ല. എങ്കിൽ കൂടി 1 1 ഇല്ല. അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് പറയാം R is not reflexive. അപ്പോൾ R is not reflexive. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ നോക്കണം. നിൽക്കണം. 1 3 1 1 3 ഉണ്ടെങ്കിൽ 3 1 ആണ്. 3 1 ഉണ്ടോ? ഇല്ല. അല്ലേ പോട്ടെ. 2 6 ഉണ്ട്. 2 6 ഉണ്ടെങ്കിൽ എന്ത് വേണം? 6 2 വേണം. ഇത് അത് നോക്കുമ്പോൾ തന്നെ അതിൽ ഫെയിൽ ആയി. അപ്പോൾ തന്നെ 1 3 ഉണ്ടെങ്കിൽ 3 1 വേണം. 1 3 ഉണ്ടെങ്കിൽ 3 1 ഇല്ല. അപ്പോൾ നമുക്ക് പറയാം ordered pair 1 3 belongs to capital, but ordered pair 3 1 does not belong to capital. R is not symmetric. R is not symmetric. ശരിയല്ലേ? ഓക്കേ. ഇനി ട്രാൻസിറ്റീവിലേക്ക് പോകാം. നമുക്ക് ട്രാൻസിറ്റീവ് പോകാം.
1 3 ഉണ്ട് രണ്ടാമത്തെ എലമെന്റ്, രണ്ടാമത്തെ എലമെന്റ് മൂന്നാമത്തെ എലമെന്റ് എടുക്കണം. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. ഇതുമാണ് പ്രശ്നമില്ല, അതോടെ കിടക്കട്ടെ. 1 3 ഉണ്ട്, 3 9 ഉണ്ട്. 1 3 ഉണ്ട്, അപ്പോൾ ഓർഡേഡ് ബൈ a, b ഉണ്ട്, ഓർഡേഡ് ബൈ b, c ഉണ്ട്. അപ്പോൾ 1 3 ഉം 3 9 ഉം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് 1 9 വേണം. 1 9 ഉണ്ടോ? ഇല്ല. നമുക്ക് പറയാം മൂന്നാമത്തെ കേസ്, ordered pair 1, 3 belongs to capita and ordered pair 3, 9 belongs to capita, but ordered pair 1, 9 does not belong to capita. R is not a transitive. R is not a transitive. അതേസമയം ഇത് രണ്ടും ഇല്ലാന്നിരിക്കട്ടെ, ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ 2 6 ഉണ്ട്. 2 6 ഉണ്ടെങ്കിൽ അടുത്ത 6ന് വേറൊരു എലമെന്റുമായി ബന്ധം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ 2 ആ എലമെന്റുമായിട്ട് മതി. 4 12 ഉണ്ട്, 4 12 ഉണ്ടെങ്കിൽ 12ന് അടുത്തൊരു എലമെന്റുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രം 4 ആ എലമെന്റുമായിട്ട് മതി. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ട്രാൻസിറ്റീവ് തന്നെയാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത് 1 3ക്ക് 1 3 എന്നുള്ളതുകൊണ്ട് അടുത്ത ഓർഡർ 3 9 ഉണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് 1 3 ഉണ്ട് 3 9 ഉണ്ട്, അങ്ങനെ 1 9 വേണം. അതുകൊണ്ടാണ് നമുക്ക് അല്ലാതെ ട്രാൻസിറ്റീവ് അല്ലാതെ ആയി പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് പറയാം hence R is neither reflexive nor symmetric and nor transitive. Okay, അടുത്ത പ്രോബ്ലം relation capilla in the set Z means set of integers no relation capilla in set Z ലുള്ള ഒരു relation ആണ് capilla. relation capilla in the set Z of all integers defined as relation പറയാണ്. അപ്പോ R എന്ന് പറയുന്നത് R means റിലേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. R എന്ന് പറയുന്നത് Z സെറ്റ് ഓഫ് ഇന്റിജറിലുള്ള റിലേഷൻ ആണ്. R പറയുന്നത് എങ്ങനെയാണ്? R is equal to set ordered pair x, y such that x minus y is an integer. X minus y is an integer. ശ്രദ്ധിക്കുക, ഓർഡേർഡ് പെയർ x, y, ഈ x, y എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ R ലെ എലമെന്റ് ആണ് എങ്കിൽ ഈ സാറ്റിസ്ഫൈഡ് കണ്ടീഷൻ ആണ്. അതിന്റെ ഡിഫറൻസ് x minus y അല്ലേ? x minus y ഇന്റിജർ ആയിരിക്കണം. x minus y എന്തായിരിക്കണം? ഇന്റിജർ ആയിരിക്കണം. നമുക്ക് നോക്കാം. അപ്പോ x minus y ഇതിലെ മെമ്പർ ആണെന്ന് പറയുമ്പോൾ x minus y ഇന്റിജർ ആണ്. x എന്ന് y കുറയ്ക്കുന്നത് ഇന്റിജർ ആയിരിക്കും. ഇന്റിജർ എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണസംഖ്യകളായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ x-നെ x-ഉമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓർഡേർഡ് പെയർ x, x belongs to capilla എന്ന് പറയുമ്പോൾ which implies x minus x, y ക്ക് x ആണ് ഉള്ളത്. അപ്പോൾ x minus x means 0 എന്ന് പറയുന്നത് ഇന്റിജർ അല്ലേ? ഇത് ട്രൂ അല്ലേ? ശരിയല്ലേ? ഇന്റിജർ ആണ്. അപ്പോൾ നമുക്ക് പറയാം R is reflexive. മനസ്സിലായോ? x ഉം y ഇതിലെ മെമ്പർ എന്ന് പറയുമ്പോൾ x minus y ഇന്റിജർ ആണ്. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ x y, അവിടെ y ക്കും x തന്നെ വരണം. അപ്പോൾ ഓർഡേർഡ് പെയർ x, x belongs to capilla എന്ന് പറഞ്ഞാൽ x minus x എന്താവണം? ഇന്റിജർ ആണ്. അപ്പോൾ x minus x എന്ന് പറയുന്നത് 0 ആണ്. 0 ഒരു ഇന്റിജർ ആണ്, which is true. ഇത് ഫാൾസ് ആയിരുന്നെങ്കിൽ ഇതിലെ മെമ്പർ അല്ല. ഇത് ട്രൂ ആണ്. x minus x കണ്ടുപിടിച്ചപ്പോൾ 0 കിട്ടി. 0 എന്നുള്ള ഇന്റിജർ ആണ്, ആർക്കും തർക്കമില്ല. 0 എന്നുള്ള ഇന്റിജർ ആണ്. അപ്പോൾ നമുക്ക് പറയാം R is reflexive. രണ്ടാമത്തെ കേസ്, ഓർഡേർഡ് പെയർ x, y belongs to capilla എന്ന് പറയുമ്പോൾ ഇതിലെ മെമ്പർ ആണെന്ന് പറയുമ്പോൾ അതിന് നമുക്ക് മനസ്സിലാക്കാം x minus y is an integer. ശരി,
എക്സ് മൈനസ് വൈ ഇന്റിജർ ആണ് എന്ന് പറയുമ്പോൾ എക്സും വൈ ഇപ്പം 2 3 അല്ലെങ്കിൽ 2 4 2 4 ഈ ആറിലെ എലമെന്റ് ആണ് എന്ന് പറയുമ്പോൾ 2 മൈനസ് 4 അല്ലെങ്കിൽ 4 2 ആദ്യം എടുക്കും 4 മൈനസ് 2 സോറി 4 2 എടുക്കുമ്പോൾ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ഒരു ഇന്റിജർ ആണ്. ഇനി തിരിച്ച് 2 4 എടുക്കുമ്പോൾ 2 മൈനസ് 4 മൈനസ് 2 ഇന്റിജർ 0 1 2 3 4 എക്സെട്ര മൈനസ് 1 മൈനസ് 2 മൈനസ് 3 എക്സെട്ര ശരിയല്ലേ? അപ്പോൾ എക്സ് മൈനസ് വൈ ആറിലെ മെമ്പർ ആണ് ആറിലെ ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ എന്നുള്ള കണ്ടീഷൻ ഫോളോ ചെയ്യും. അപ്പോൾ എക്സ് മൈനസ് വൈ ഇന്റിജർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വൈ മൈനസ് എക്സ് എന്താണ് ഇസ് ആൾസോ ആൻ ഇന്റിജർ തന്നെ. ഇത് എന്തിനായിരിക്കും ഇന്റിജർ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ഇത് ഇന്റിജർ ആണ്, ഇതിന്റെ ഡിഫറൻസ് ഇന്റിജർ ആണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ഇന്റിജർ ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇന്റിജർ ആണ് എന്ന് പറയുമ്പോൾ ഓൾറെഡി എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ ആണ്. അപ്പോൾ വൈ മൈനസ് എക്സ് ശരിയല്ലേ? വേണമെങ്കിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ. ഇന്റിജർ ആണെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ നെഗറ്റീവ് നമ്പർ ഇന്റിജർ ആയിരിക്കും ശരിയല്ലേ? നെഗറ്റീവ് നമ്പർ എന്തിനായിരിക്കും ഇന്റിജർ. ഇപ്പൊ 2 ഇന്റിജർ ആണ്, അങ്ങനെയാണെങ്കിൽ -2 ഇന്റിജർ അല്ലേ? 3 ഇന്റിജർ ആണ്, അങ്ങനെയാണെങ്കിൽ -3 ഇന്റിജർ അല്ലേ? അപ്പോൾ എക്സ് മൈനസ് വൈ ഇന്റിജർ ആണെങ്കിൽ മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ എന്തിനായിരിക്കും ഈസ് ആൻ ഇന്റിജർ. ഇത് മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഇന്റിജർ ആണെങ്കിൽ നമുക്ക് പറയാം നോക്കട്ടെ മൈനസ് എക്സ് പ്ലസ് വൈ ദാറ്റ് മീൻസ് വൈ മൈനസ് എക്സ് ഈസ് ആൻ ഇന്റിജർ തന്നെ. അപ്പോൾ എക്സ് മൈനസ് വൈ ഇന്റിജർ ആയപ്പോൾ ഓർഡേർഡ് ബൈ എക്സ് കോമ വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ. അപ്പോൾ വൈ മൈനസ് എക്സ് ഇന്റിജർ ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് ബൈ വൈ കോമ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ. അപ്പോൾ ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ ആറിലെ മെമ്പർ ആണെങ്കിൽ y x ആറിലെ മെമ്പർ ആണ്. y x ആറിലെ മെമ്പർ ആയിരിക്കും. ഇത് നമുക്ക് പറയാം r is symmetry. മനസ്സിലായോ? symmetry. ഓക്കേ, കുറച്ചോ r is symmetry. അപ്പോ കണ്ടീഷൻ നോക്കേണ്ടതാണ്. ഇത് ഈ ആറിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം. പറഞ്ഞ ശരി, ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഇന്റിജർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്റിജർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പോൾ ഇന്റിജർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ? പൂർണ്ണസംഖ്യകൾ ആരൊക്കെ? 0 1 2 3 എക്സെട്ര -1 -2 ഏതെടുത്താൽ ഏതോ ആയിക്കോട്ടെ, അത് നമ്മൾ ജനറലൈസ് ചെയ്യണം. പറഞ്ഞ ശരി. അപ്പോൾ ഇവിടെ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കേസ് റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ ആ എലമെന്റിനോട് തന്നെ റിഫ്ലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ബൈ എക്സ് കോമ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ എന്ന് നമ്മൾ എടുത്തു. ഇതിലെ മെമ്പർ ആണെങ്കിൽ അതിന്റെ എക്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറൻസ് ഒരു ഇന്റിജർ ആവണം. അപ്പോൾ എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആണ്, 0 ഒരു ഇന്റിജർ ആണ്. അപ്പോൾ ആർ ഈസ് റിഫ്ലക്സീവ്. ഒരുപക്ഷേ നമുക്ക് ഇന്റിജർ അല്ല കിട്ടിയ 1/2 എന്നുള്ള ആൻസർ കിട്ടിയത് കിട്ടേ 1/2 ആണ് കിട്ടിയെങ്കിൽ നമുക്ക് വേണ്ടത് ഇന്റിജർ ആണ്. പക്ഷെ 1/2 എന്നുള്ളത് ഇന്റിജർ അല്ല, അപ്പോൾ നോട്ട് ഇന്റിജർ. അപ്പോൾ ഇതിലെ മെമ്പർ അല്ല, നമ്മുടെ മെമ്പർ എന്ന് പറഞ്ഞാൽ എടുത്തത്. അപ്പോൾ കിട്ടിയ ആൻസർ ഫാൾസ് ആണെങ്കിൽ ഇന്റിജർ അല്ല എങ്കിൽ നമുക്ക് ഉടനെ എഴുതാം therefore ordered by x, x does not belongs to capital. ഐഡിയ കിട്ടിയല്ലോ. ഇത് ഇന്റിജർ ആയതുകൊണ്ടാണ് നമ്മൾ അത് ഇങ്ങനെ എടുത്തു ഇന്റിജർ തന്നെ കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ട്രൂ ആണ്, അതുകൊണ്ടാണ് റിഫ്ലക്സീവ്. ഇനി എക്സ് വൈ ആറിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ. അപ്പോൾ എക്സ് മൈനസ് വൈ ഇന്റിജർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് മീൻസ് എക്സ് മൈനസ് വൈ എന്നൊരു നമ്പർ ആണ് അല്ലേ, ഇന്റിജർ ആണ്, മീൻസ് ഒരു പൂർണ്ണസംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ ആ പൂർണ്ണസംഖ്യയുടെ മീൻസ് 2 എന്നുള്ള പൂർണ്ണസംഖ്യയാണ്. അങ്ങനെ അതിന്റെ നെഗറ്റീവ് തന്നെയായിരിക്കും ഇന്റിജർ ആയിരിക്കും. മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇന്റിജർ. മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ ഇന്റിജർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ വൈ മൈനസ് എക്സ് ഈസ് ആൻ ഇന്റിജർ. വൈ മൈനസ് എക്സ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഓർഡേർഡ് ബൈ വൈ മീൻസ് ചെയ്യുന്നതാണ് ഓർഡേർഡ് ബൈ വൈ കോമ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആണ്. ഇത് ഇന്റിജർ ആണെങ്കിൽ ഓർഡേർഡ് ബൈ വൈ കോമ എക്സ് എന്ന് പറയുന്നത് ആറിലെ മെമ്പർ ആണ്. അപ്പോൾ എക്സ് വൈ ആറിലെ മെമ്പർ ആണ്. എക്സ് വൈ ആറിലെ മെമ്പർ ആണെങ്കിൽ വൈ എക്സും ആറിലെ മെമ്പർ ആവണം. എക്സ് വൈ ആറിലെ മെമ്പർ ആണെങ്കിൽ വൈ എക്സും ആറിലെ മെമ്പർ ആവണം. അപ്പോൾ വൈ എക്സും ആറിലെ മെമ്പർ ആണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, സിമെട്രിക് ആവുള്ളൂ. പറഞ്ഞ മനസ്സിലായത്? അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടാണ് ആർ ഈസ് സിമെട്രിക്. ഇനി ട്രാൻസിറ്റീവ് ചെയ്യാൻ നമ്മൾ നോക്കിക്കോളൂ. ട്രാൻസിറ്റീവ് അപ്പോൾ എക്സ് മൈനസ് വൈ വൈ മൈനസ് എക്സ് അല്ലെങ്കിൽ വൈ മൈനസ് രണ്ടെണ്ണം നമുക്ക് നോക്കാം. എക്സ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ. എക്സ് വൈ എന്ന് പറയുന്ന ഈ ഓർഡേർഡ് പെയർ ആറിലെ ഈ റിലേഷനിലെ ഒരു മെമ്പറാണ് എന്ന് നമ്മൾ എടുക്കുന്നു. ആൻഡ് 1 2 എടുത്താൽ ഈ 2ന്റെ വേറൊരു എലമെന്റുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്.
അപ്പോൾ YZ belongs to ക്യാപിറ്റൽ. അപ്പൊ ഇത് ഈ ആറിലെ ഒരു മെമ്പറാണ്. XY ആറിലെ മെമ്പറാണ്, YZ ആറിലെ മെമ്പറാണ്. അപ്പൊ XY YZ ഉണ്ടെങ്കിൽ XZ ഉണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ലേറ്റ് ആവൂ. പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? അപ്പൊ XY നമ്മൾ ആറിലാണെന്ന് പറയുന്നത്, YZ ആറിലാണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, ശ്രദ്ധിക്കുക, XY ആറിലെ മെമ്പറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കണം, XY ആറിലെ മെമ്പറാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് x minus y is an integer. ആൻഡ് ശരിയല്ലേ? YZ ആറിലെ മെമ്പറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് y minus z is an integer. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ഇത് ഇന്റിജർ ആണ്, ഇതും ഇന്റിജർ ആണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, രണ്ട് ഇന്റിജറാണ്, നാലും ഇന്റിജറാണ്. അങ്ങനെയാണെങ്കിൽ സമ്മും ഒരു ഇന്റിജർ ആയിരിക്കുമല്ലോ. അപ്പൊ രണ്ടും നാലും എടുക്കുന്നു. അപ്പൊ രണ്ടിലൂടെ നാലിലൂടെ 6 ഒരു ഇന്റിജറാണ്. -3ഉം 4ഉം എടുക്കുന്നു. -3 ഇന്റിജറാണ്, 4 ഇന്റിജറാണ്. -3 4 3 ഒന്നും ഇന്റിജറാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു x minus y plus y minus z. ശരിയല്ലേ? ഇത് ഇന്റിജറാണ്, ഇത് ഇന്റിജറാണ്. അങ്ങനെയാണെങ്കിൽ സമ്മ് എന്തായിരിക്കും? which implies y cancel x minus z. x minus z is an integer. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ x minus z ഇന്റിജർ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ഓർഡേർഡ് പെയർ x, z belongs to ക്യാപിറ്റൽ. xy ആറിലെ മെമ്പറാണ്, yz ആറിലെ മെമ്പറാണ്, xz ആറിലെ മെമ്പർ ആയിരിക്കണം എങ്കിൽ മാത്രമേ ട്രാൻസ്ലേറ്റ് ആവൂ. xz ആറിലെ മെമ്പറാണ് നമുക്ക് കിട്ടിയത്, which implies r is an r is transitive. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആയി, സിമെട്രിക് ആയി, ട്രാൻസിറ്റീവ് ആയി മൂന്നും ഹോൾഡ് ചെയ്തു. അത് നമുക്ക് പറയാം hence r is an equivalence relation. നല്ല ക്വസ്റ്റ്യനാണ്. r is an equivalence relation കുറിച്ചോളൂ. r is an equivalence relation. r is an equivalence relation. ഓക്കെ, അടുത്തൊരു ചോദ്യം കുറിച്ചോളൂ. കൺസിഡർ ദ സെറ്റ് ക്യാപിറ്റൽ A is equal to, consider the set capital A is equal to, set in the symbol, consider the set capital A is equal to, consider the set capital A is equal to, capital A is equal to, set in the symbol 1 2 3 4 5. set the symbol, right? Okay, കുറിച്ചോളൂ. a relation capital R, a relation capital R in the set capital A, a relation capital R in the set capital A defined as a relation എന്ന് പറയുന്നത് defined as capital R is equal to, ഈ R എന്നത് റിലേഷൻ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പറുള്ള റിലേഷൻ ആണ്. ordered pair A, B such that A divides B, A divides B. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഈ ഓർഡേർഡ് പെയർ A, B ഇതിലെ മെമ്പർ ആണ്, ആറിലെ മെമ്പർ ആണ്, റിലേഷനിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ എന്ത് ഹോൾഡ് ചെയ്യണം? A B യെ ഡിവൈഡ് ചെയ്യണം. A divides B, A കൊണ്ട് B യെ ഡിവൈഡ് ചെയ്യാൻ പറ്റണം. A divides B. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ബിൽഡർ ഫോമിൽ കിടക്കുകയാണ്. നമുക്കതിന്റെ റോസ്റ്റർ ഫോം എഴുതാം. റോസ്റ്റർ ഫോം ഞാൻ എഴുതുകയാണ്. R is equal, sorry, question complete ആയില്ല, കുറിച്ചോളൂ. R is equal to set ordered pair A, B such that A divides B. Check whether reflexivity
symmetric and transitive. Check whether reflexive, symmetric and transitive. That's the question. Okay, നമുക്ക് നോക്കാം. അപ്പോൾ R is equal to relation ആണ് ഇത് എഴുതാം. സെറ്റ് ശ്രദ്ധിക്കണം AB അല്ലേ? AB ഇതിലെ മെമ്പർ ആണെന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടീഷൻ ഉണ്ട്. A കൊണ്ട് എന്ത് ചെയ്യണം? B ഡിവൈഡ് ചെയ്യണം. A ഡിവൈഡ്സ് B ആണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഒന്ന് ഇതെല്ലാം A എലമെന്റ്സ് ആണ്. A ഉദ്ദേശിക്കുന്ന എല്ലാ എലമെന്റ്സ് ആണ്. അപ്പോൾ B വരേണ്ടത് ഇതിന്റെ എലമെന്റ്സ് ആണ് ഇതിന് വേണ്ടത്. അല്ല വേറെ എലമെന്റ്സ് എടുക്കാൻ പറ്റത്തില്ല. 1 മുതൽ 5 വരെയുള്ള എലമെന്റ്സ് തന്നെ. കാര്യം റിലേഷൻ ഓൺ ക്യാപിറ്റൽ എന്നാണ്. ആ Aയിലുള്ള റിലേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ A ആയാലും B ആയാലും എല്ലാം 1 മുതൽ 5 വരെയുള്ള എലമെന്റ്സ് വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ Aക്ക് 1 കൊടുക്കും. മീൻസ് Aക്ക് 1 കൊടുക്കും. ഈ 1 ആണെങ്കിൽ ഈ 1 കൊണ്ട് ആരെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 1 നെ ഡിവൈഡ് ചെയ്യാം, 2 നെ ഡിവൈഡ് ചെയ്യാം, 3 നെ ഡിവൈഡ് ചെയ്യാം, 4 നെ ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ? 1 കൊണ്ട് അല്ലേ? അപ്പോൾ A ഡിവൈഡ്സ് B. ഇനി 5 നെ ഡിവൈഡ് ചെയ്യാം. സംശയമില്ല. ഇനി രണ്ടാമത്തെ 2 എടുക്കുന്നു. 2 എന്നൊരു എലമെന്റ് എടുത്താൽ 2 കൊണ്ട് 1 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 2 കൊണ്ട് 2 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 നെ പറ്റില്ല. 4 നെ പറ്റില്ല. 5 നെ പറ്റുമോ? പറ്റില്ല. കാര്യം ഡിവൈഡ് ചെയ്യാം, പക്ഷേ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കാര്യം നമുക്കത് ഒരു സിസ്റ്റം വരും അല്ലേ? റിമൈൻഡർ വരും. പോട്ടെ. ഇനി അടുത്തത് 3 എടുക്കുന്നു. 3 എടുക്കുമ്പോൾ 3 കൊണ്ട് 1 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 നെ പറ്റുമോ? ഇല്ല. 3 നെ പറ്റും. 4 നെ പറ്റുമോ? ഇല്ല. 5 നെ പറ്റുമോ? ഇല്ല. ഇനി അടുത്ത 4 എടുക്കും. 4 എടുക്കാൻ 4 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 5 എടുക്കും. 5 നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നും പറ്റില്ല. അപ്പോൾ A ഡിവൈഡ്സ് B എന്നാണ്. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചുകൊണ്ടുള്ള ഇതിന്റെ സെറ്റ് ബിൽഡറിന്റെ ഓസ് നമ്മൾ എഴുതി അതിന്റെ പട്ടിക രീതി നമ്മൾ എഴുതി. ഇനി ഈ റിലേഷൻ മീൻസ് ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. റിഫ്ലക്സീവ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇത് റിഫ്ലക്സീവ് ആണെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? 1, 2, 3, 4, 5. അത് റിഫ്ലക്സീവ് ആണെങ്കിൽ 1 നെ 1 റിഫ്ലക്ട് ചെയ്യണം, 2 നെ 2 റിഫ്ലക്ട് ചെയ്യണം, 3 നെ 3 റിഫ്ലക്ട് ചെയ്യണം, 4 നെ 4 റിഫ്ലക്ട് ചെയ്യണം, 5 നെ 5 റിഫ്ലക്ട് ചെയ്യണം. റിഫ്ലക്ഷൻ എന്താ നോക്കാം? 1 നെ 1 റിഫ്ലക്ട് ചെയ്യുന്നതാണ്, 2 നെ 2 റിഫ്ലക്ട് ചെയ്യുന്നതാണ്, 3 നെ 3 റിഫ്ലക്ട് ചെയ്യുന്നതാണ്, 4 നെ 4 റിഫ്ലക്ട് ചെയ്യണം, 5 നെ 5 റിഫ്ലക്ട് ചെയ്യണം. ആ റിഫ്ലക്ഷൻസ് എല്ലാം ഉണ്ട്. അതുകൊണ്ടതുകൊണ്ട് നമുക്ക് പറയാം, എന്ത് പറയാം? നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1, 1 belongs to capital, ഓർഡേർഡ് പെയർ 2, 2 belongs to capital. എല്ലാം ഉണ്ട്. ഓർഡേർഡ് പെയർ 3, 3 belongs to capital, ഓർഡേർഡ് പെയർ 4, 4 belongs to capital, ഓർഡേർഡ് പെയർ 5, 5 belongs to capital. എല്ലാ റിഫ്ലക്ഷനും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം which implies R is reflexive. R is reflexive. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് സിമെട്രിക്. അപ്പോൾ പെട്ടെന്ന് കുറിച്ചോളൂ. R is reflexive. R is reflexive. അതിന്റെ ട്രിക്ക് മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. ആ ട്രിക്ക് മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ തോന്നുകയും ചെയ്യും. R is reflexive. ഓക്കെ, അടുത്തത് സിമെട്രിക്കിലേക്ക് നമ്മൾ പോകണം. സിമെട്രിക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക, സിമെട്രിക്കിലേക്ക് പോകണം. സിമെട്രിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എടുക്കാം. 1 നെ 2 റിഫ്ലക്ട് ചെയ്യുന്നു. 1 അപ്പോൾ ഓർഡേർഡ് പെയർ 1, 2 ഉണ്ടെങ്കിൽ ഓർഡേർഡ് പെയർ 2, 1 ഉണ്ടാവും. ഓർഡേർഡ് പെയർ 2, 1 ഉണ്ടെങ്കിൽ ഇല്ല. ബാക്കി നോക്കണ്ട. 1, 3 യുടെ കാര്യം ഉണ്ട്. ഇത് മാത്രം നോക്കാം. ആദ്യത്തെ കേസ് മാത്രം നോക്കാം. ഓർഡേർഡ് പെയർ 1, 2 belongs to capital, but ordered pair 2, 1 does not belong to capital. Does not belong to capital. So R is not symmetric. R is not symmetric. R is not symmetric. Clear ആയല്ലോ? മൂന്നാമത്തെ കേസ് ദാ 1 ന് 2 ഉണ്ട്. ഇനി 2 ന് വേറെ ആരെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. 2 ന് ഇതാണ് 2 രണ്ടോട്ടുള്ള പോട്ടെ. ഓക്കേ, 2 ന് 4 ആയിട്ട് ബന്ധമുണ്ട്. കണ്ടാ? ഇനി ഇത് നോക്കിയാലും കുഴപ്പമൊന്നും. 1 ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 2 ന് 2 ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 ന് 4 ആയിട്ട് ബന്ധമുണ്ട്, 2 ആയിട്ട്. ഇനി 1 ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 2 ന് 4 ആയിട്ട് ബന്ധമുണ്ട്, 4 ആയിട്ട്. 1 ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 1 ന് 2 ആയിട്ടും ഉണ്ട്, 2 ന് 4 ആയിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 1 ന് 4 ആയിട്ട് മസ്റ്റ് ആയിട്ട് വേണം. 1 ന് 4 ആയിട്ട്. ഇനി 1 ന് 3 ആയിട്ട് ബന്ധമുണ്ട്, അങ്ങനെയെങ്കിൽ കാണുന്നു 3 ന് 3 ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെയെങ്കിൽ 1 ന് 4 ആയിട്ട് ബന്ധം വരണം, 3 ആയിട്ട്. പറഞ്ഞു മനസ്സിലായല്ലോ? 1 ന് 4 ആയിട്ട് ബന്ധമുണ്ട്, 4 ന് 4 ആയിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1 ന് 4 ആയിട്ട് ബന്ധം വരണം, 4 ആയിട്ട്. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതങ്ങ് എടുത്താൽ മതി. 1 ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 2 ന് 4 ആയിട്ട് ബന്ധമുണ്ട് അല്ലേ? 1 ന് 2 ആയിട്ട് ബന്ധമുണ്ട്, 2 ന് 4 ആയിട്ട് ബന്ധമുണ്ട്.
അങ്ങനെ ഒന്നിന് ആരുമായിട്ട് ബന്ധം വേണം? 4 ബന്ധം വേണം. ഉണ്ടല്ലോ? ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം ordered where 1, 2 belongs to capital and ordered where 2, 4 ordered where 2, 4 belongs to capital. ഇത് രണ്ടും ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ which implies എന്താണ് ordered where 1, 4 belongs to capital ആയിരിക്കണം. അതുണ്ടല്ലോ? ഉണ്ട്. ഇനി ഒന്നിന് 3 ഉണ്ട്. ഈ രണ്ടാമത്തെ എലിമെന്റ് വേറെ ഏതെങ്കിലും എലിമെന്റുമായിട്ട് ബന്ധമുള്ളതാണോ? കേട്ടോ, രണ്ടാമത്തെ എലിമെന്റ് 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 ആരുമായിട്ട് ബന്ധം വരണം? ഈ 1 മടിപ്പിച്ച് 1 3 വേണം. 1 3 ഉള്ളതായിരിക്കണം. ഓക്കെ, നമുക്ക് പറയാം R is transitive. R is transitive. ഇത് ഉണ്ടെങ്കിൽ മതി. ഈ 1 3 ഉണ്ട്. ഇനി 3ന് വേറൊരാളുമായി ബന്ധം ഉണ്ടെങ്കിൽ മതി. ആ 1 ആ 3മായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഈ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് ഉണ്ട്. സെക്കൻഡ് എലമെന്റ് വേറൊരു എലമെന്റുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ മതി ഫസ്റ്റ് എലമെന്റ് തേർഡ് എലമെന്റുമായിട്ട് ബന്ധം. ഇല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് ആയി. അപ്പോൾ റിഫ്ലെക്സീവ് ആയി ട്രാൻസിറ്റീവ് ആയി. പക്ഷെ എന്തായില്ല? സിമെട്രിക് ആയില്ല. അപ്പൊ സിമെട്രിക് ആവാത്തതുകൊണ്ട് നമുക്ക് പറയാം, ശരിയല്ലേ? സിമെട്രിക് ആവാത്തതുകൊണ്ട് നമുക്ക് പറയാം ഇത് എന്തല്ല, ഇക്വലൻസ് അല്ല. അപ്പോൾ അവസാനം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഹെൻസ് R is reflexive and transitive but not symmetric. ഇതിന്റെ ബാലൻസ് പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നന്നായി. കൺസെപ്റ്റ് മനസ്സിലാക്കുക. കൺസെപ്റ്റ് അറിഞ്ഞുകൂടായെങ്കിൽ വളരെ കൺഫ്യൂഷൻ പോകും. അല്ല ചുമ്മാ നോക്കി പഠിക്കാനും പറ്റത്തില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ശരി.